ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8th സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നോക്കിയിരുന്നത്. അത് കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടാക്കി അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് പോയി കാണാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് കാണുന്നവരോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ക്ലാസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്നുള്ള ചാപ്റ്റർ ആണല്ലേ പഠിച്ചത്. അവസാനമായിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ ആയിരുന്നില്ലേ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഹെഡിങ് ആണ് ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ്. പ്രധാനമായിട്ടും ഏതൊക്കെ സീസൺ ആണുള്ളത്? വസന്തകാലം, അതുപോലെ ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം അല്ലേ. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ കാലയളവിനെ ഋതുക്കൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും ഉണ്ടാവുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളെയാണ് ഋതുക്കൾ എന്ന് പറയുന്നത് അല്ലേ. ഭൂമിയുടെ പരിക്രമണവും അതുപോലെ സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഋതുക്കൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ഋതുക്കൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അതുപോലെ സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് കേട്ടോ. ഇനി ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതാണ് ഋതുഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അതായത് ഒരു വർഷത്തിൽ ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരുന്നതിനാണ് ഋതുഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം എന്നീ കാലങ്ങളിൽ ചാക്രികമായിട്ട് ആവർത്തിക്കപ്പെടുന്നതാണ് ഋതുഭേദങ്ങൾ. ഓരോ ഋതുക്കളും അവയുടെ സവിശേഷതകളുമാണ് കൊടുത്തിട്ടുള്ളത്. വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നുണ്ട് അല്ലേ. വസന്തകാലത്തിൽ എന്തൊക്കെയാണ്? സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് വസന്തകാലത്തിലാണ്. അതുപോലെ ഈ കാലയളവിലാണ് പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നത്. അടുത്തത് ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ. ഉയർന്ന അന്തരീക്ഷ താപനില ആയിരിക്കും അല്ലെ ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ. പൊതുവെ ദൈർഘ്യമേറിയ പകലുകളായിരിക്കും ഈ ഒരു ഗ്രീഷ്മകാലത്തിൽ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉയർന്ന അന്തരീക്ഷ താപനിലയും അതുപോലെ പൊതുവെ ദൈർഘ്യമേറിയ പകലുകളാണ് ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ സീസണിൽ. ഇനി ശരത്കാലത്തിൽ എങ്ങനെയാണ്? ശൈത്യകാലത്തിന്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇലകൾ പൊയ്ക്കുന്നത് ശരത്കാലത്തിലാണ് കേട്ടോ, അല്ലെങ്കിൽ ഓട്ടം സീസണിലാണ്. ശൈത്യകാലത്തിന്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇല പൊയ്ക്കുന്നത് ഈ ഒരു സീസണിലാണ്. അപ്പം എന്താണ് ശരത്കാലം എന്ന് പറഞ്ഞാൽ? ശൈത്യകാലത്തിന്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ പിന്നെന്താണ് ശൈത്യകാലം അല്ലെങ്കിൽ വിന്റർ സീസൺ. കുറഞ്ഞ അന്തരീക്ഷ താപനിലയാണ്, അതുപോലെ മഞ്ഞുവീഴ്ച ഉണ്ടാകാറുണ്ട്. പൊതുവെ ദൈർഘ്യമേറിയ രാത്രികളുമാണ് കേട്ടോ ഈ ഒരു ശൈത്യകാലത്തിൽ. എന്തൊക്കെയാണ്? കുറഞ്ഞ അന്തരീക്ഷ താപനില, പിന്നെന്താണ് മഞ്ഞുവീഴ്ച, ദൈർഘ്യമേറിയ രാത്രികൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ഒന്നും കൂടി നോക്കാം. വസന്തകാലം അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു കാലയളവിലാണ് പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നത്. ഇനി ഗ്രീഷ്മകാലത്തിലാണ് ഉയർന്ന അന്തരീക്ഷ താപനില ഉള്ളത്. പൊതുവെ ദൈർഘ്യമേറിയ പകലുകളായിരിക്കും ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ സീസൺ. പിന്നെന്താണ് ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം സീസൺ. എന്താണ്? ശൈത്യകാലത്തിന്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇല പൊയ്ക്കുന്നു. പിന്നെന്താണ് ഈ ഒരു കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി ശൈത്യകാലം അല്ലെങ്കിൽ വിന്റർ സീസണിൽ കുറഞ്ഞ അന്തരീക്ഷ താപനില ആയിരിക്കും, പിന്നെ മഞ്ഞുവീഴ്ച ഉണ്ടായിരിക്കും, അതുപോലെ പൊതുവെ ദൈർഘ്യമേറിയ രാത്രികളും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. ഇനി ഇവിടെ ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ അനുഭവപ്പെടുന്ന വിവിധ ഋതുക്കളെ കുറിച്ചുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സൂര്യന്റെ ആയനം, അതുപോലെ കാലയളവ്, പിന്നെന്താണ് ഉത്തരാർദ്ധഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലും അനുഭവപ്പെടുന്ന ഋതുക്കളുമാണ്. എന്തൊക്കെയാണ് നോക്കാം. സൂര്യന്റെ ആയനം ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് പോകുമ്പോൾ എന്താണ് ആ ഒരു കാലയളവ് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ആട്ടോ. ഏതാണ് ഉത്തരാർദ്ധഗോളത്തിൽ അപ്പോൾ വസന്തകാലവും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ ആ ഒരു ടൈമിൽ ശരത്കാലവും ആയിരിക്കും കേട്ടോ. ഇനി സൂര്യന്റെ ആയനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് ആവുമ്പോൾ കാലയളവ് ഏതാണ്? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ആട്ടോ. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലമായിരിക്കും, പിന്നെന്താണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമായിരിക്കും. പിന്നെന്താണ് ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് ഏതാണ് കാലയളവ്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ കേട്ടോ. അപ്പം അത് ശരത്കാലമായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവും. ഇനി നേരെ തിരിച്ച് ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കാണ് സൂര്യന്റെ ആയനം. ആ ഒരു കാലയളവ് എന്താണ്? ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ്. അത് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമായിരിക്കും, എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവുമായിരിക്കും.
ഈ ഒരു ടേബിൾ കണ്ടാൽ നമുക്ക് അത്യാവശ്യം ടഫായിട്ട് തോന്നും അല്ലേ? എന്നാൽ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു ഡേറ്റ് പഠിക്കാനാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അതായത് സൂര്യന്റെ ആയനം തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ് കേട്ടോ ആദ്യം പോകുന്നത്. ആ ഒരു ഡേറ്റ് പഠിക്കുക. വസന്തകാലമാണ് ആദ്യം തന്നെ. ഈ ഒരു ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ് പോകുന്നത്. അത് വസന്തകാലമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലാട്ടോ. വസന്തകാലം കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വരുന്നത്? ഗ്രീഷ്മമല്ലേ? ഗ്രീഷ്മം കഴിഞ്ഞിട്ടാണ് ശരത്കാലം വരുന്നത്. അപ്പോൾ ഒന്ന് ഇടവിട്ടാണ് വരുന്നത് കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലാണെങ്കിൽ പിന്നെയുള്ള ഗ്രീഷ്മമായിരിക്കില്ല, ശരത്കാലാണ് വരുന്നത്. അതുപോലെ രണ്ടാമത് ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചു വരുന്ന കേട്ടോ. അത് ജൂൺ 21 സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ 23 വരെയാണ്. ആ ഒരു ടൈമിൽ ഗ്രീഷ്മകാലമായിരിക്കും അല്ലേ ഉത്തരാർദ്ധഗോളത്തിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്കാലാണ് വരിക അല്ലേ? പക്ഷെ ശരത്കാലം വരില്ല, ഒന്ന് ഇടവിട്ടിട്ടുള്ള ശൈത്യകാലാണ് പിന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ വരുന്നത്. ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ പൊതുവായി 4 തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസത്തിലാണെങ്കിൽ ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസത്തിലാണ് കേട്ടോ. പിന്നെ വർഷകാലം വരുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് വരെ. ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബറിലാണ്. ഹേമന്തകാലം നവംബർ ഡിസംബർ. ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിൽ പഠിക്കട്ടോ. ജനുവരി ഫെബ്രുവരി വരുന്ന ശിശിരം തൊട്ടുകാനും പഠിച്ചാൽ മതി. ഇതിന് പഠിക്കാനായിട്ടൊരു പണ്ടുള്ളൊരു കോഡാണ് ശിവഗ്രി വശഹേ. അതായത് ശിശിരം കഴിഞ്ഞിട്ട് വസന്തകാലാണല്ലേ വരുന്നത്. എന്താണ് കോഡ്? ശിവഗ്രി വശഹേ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ആ ഒരു ഓർഡറിൽ കിട്ടും. ഋതുഭേദങ്ങളും ദിനരാത്രങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്തല്ലോ. ഇത് കൂടാതെ ഭ്രമണത്തിന്റെ മറ്റൊരു സവിശേഷത കൂടി നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. സമയം എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. 2024 ജനുവരി 14 റിയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ബാഴ്സലോണയിൽ വെച്ച് നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ തത്സമയ സംപ്രേഷണം വ്യത്യസ്ത ഇടങ്ങളിൽ ദൃശ്യമാകുന്ന സമയക്രമമാണ് ഇനി ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൽ നമുക്കറിയാം ഈ ഒരു മത്സരത്തിൻ്റെ തത്സമയ സംപ്രേഷണം ദൃശ്യമാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ് അല്ലേ? ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രസീൽ നോക്കാം. ബ്രസീൽ 4 PM അതുപോലെ മെക്സിക്കോയിലും 1 PM. അതുപോലെ ലോസ് ഏഞ്ചൽസിൽ 11 AM ആണ്. അതുപോലെ ന്യൂയോർക്കിൽ 2 PM. ബാഴ്സലോണയിൽ 8 PM. ബാഴ്സലോണയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ കേപ്പ് ടൗണിൽ 9 PM ആണ്. ലണ്ടനിൽ 7 PM. 10 PM ആണ് മോസ്കോയിൽ. അപ്പോൾ ബാക്കി തന്നിട്ടുള്ള എല്ലാ ഇടങ്ങളിലും വ്യത്യസ്തമാണ് കേട്ടോ. ഈ ഒരു ബാഴ്സലോണയിലെ ടൈമുമായിട്ട് വ്യത്യാസമാണ് ബാക്കി എല്ലാ ഇടങ്ങളിലും. ഇതൊരു തത്സമയ സംപ്രേഷണമാണെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വ്യത്യസ്ത സമയങ്ങളിലാണല്ലേ ഈ ഒരു മത്സരം വീക്ഷിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അഥവാ അതിൻ്റെ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ സമയം ആവശ്യമാണല്ലേ. അപ്പോൾ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ സമയം എടുക്കെങ്കിൽ ഒരു മണിക്കൂറിൽ എത്രയാണ്? 15 ഡിഗ്രിയാണ് അല്ലേ തിരിയുന്നത്. അതായത് 60 മിനിറ്റ്. അപ്പോൾ 15 ഡിഗ്രി കറങ്ങാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് എടുക്കും അല്ലേ. അപ്പോൾ 1 ഡിഗ്രി ആണെങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ 60/15 ഇതിനാണ് 4 മിനിറ്റ് ആണ്. 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിയുടെ ഒരു ഭ്രമണത്തിൽ 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് ആണ് ടൈം എടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായ സമയവ്യത്യാസം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണ് അല്ലേ. ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും, രേഖാംശങ്ങൾ നമുക്കറിയാമല്ലേ, അതിന് ആനുപാതികമായ സമയവ്യത്യാസം 4 മിനിറ്റ് ആണ്. അതായത് ഓരോ രേഖാംശ രേഖകൾക്കിടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. പണ്ടുകാലങ്ങളിൽ നിഴലിനെയും സൂര്യന്റെ ഉച്ചസ്ഥാനത്തെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം നിർണയിച്ചിരുന്നത്. സൂര്യന്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് നേർ മുകളിലെത്തുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി എന്ന് കണക്കാക്കിയിരുന്നു. നിഴലിന്റെ നീളം ഏറ്റവും കുറഞ്ഞ സമയമാണിത്. ഇത്തരത്തിൽ നിഴലിന്റെ നീളം, സൂര്യന്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. അതായത് നിഴലിന്റെ നീളം, സൂര്യന്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെയാണെന്ത് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. അടുത്തത് മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്ന് നോക്കാം.
ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തിനകത്തു തന്നെ വ്യത്യസ്ത പ്രാദേശിക സമയം ഉണ്ടാവില്ലേ? ഇത് ഒരു രാജ്യത്തിൽ പൊതുവായുള്ള പരീക്ഷകൾ, റെയിൽവേ സമയം, റേഡിയോ സംപ്രേഷണം തുടങ്ങിയവയ്ക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ട് പരിഗണിക്കുന്നു. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ മാനക സമയമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും അല്ലേ? ഇങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത പ്രാദേശിക സമയം ഉണ്ടാവും അല്ലേ? ഇതൊരു രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള പരീക്ഷകളും, റെയിൽവേ സമയം, അതുപോലെ റേഡിയോ സംപ്രേഷണം തുടങ്ങിയവയ്ക്കൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കും. ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് രാജ്യങ്ങൾ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ മാനക സമയമായിട്ട് കണക്കാക്കുന്നു. ജന്തർ മന്തർ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ഈ ഒരു ജന്തർ മന്തർ. ഇതിൽ 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നു. ഇവ ഉപയോഗിച്ച് നഗ്നനേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സാധിച്ചിരുന്നു. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണിത്. മറ്റുള്ളവ ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരാണസി എന്നിവിടങ്ങളിലാണ്. 2010 ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇവിടെയുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വളരെ കൃത്യതയോടുകൂടി പ്രാദേശിക സമയം നിർണ്ണയിക്കാൻ സഹായിച്ചിരുന്നു. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂർ രാജാവായ ജയ്സിംഗ് രണ്ടാമന് ജയ്പൂരിൽ ജ്യോതിശാസ്ത്ര കേന്ദ്രമാണ് ഈ ഒരു ജന്തർ മന്തർ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതാണ് കേട്ടോ ഈ ഒരു ജന്തർ മന്തർ. ഇത് ജയ്പൂരിലാണ്. മറ്റുള്ളവ ഏതൊക്കെയാണ്? ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരാണസി എന്നിവിടങ്ങളിലാണ് കേട്ടോ. എന്നാൽ ഈ ഒരു ജന്തർ മന്തറിനെ 2010 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വളരെ കൃത്യതയോടുകൂടി പ്രാദേശിക സമയം നിർണ്ണയിക്കാൻ സഹായിച്ചിരുന്നു. അടുത്തത് ഗ്രീനിച്ച് സമയം. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നതായി നമുക്കറിയാം അല്ലേ? എന്നാൽ എല്ലാ രേഖാംശ രേഖകളും അർദ്ധവൃത്തങ്ങളല്ലേ? അതിനാൽ അന്താരാഷ്ട്ര സമയനിർണയ സൗകര്യത്തിനായി ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കുന്നു. ഇതിനെ പ്രൈം മെറീഡിയൻ എന്നും പ്രൈം മെറീഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും വിളിക്കുന്നു. അപ്പോൾ അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ എല്ലാ അക്ഷാംശ രേഖകളും അർദ്ധവൃത്തങ്ങളല്ലേ? അതിനാൽ അന്താരാഷ്ട്ര സമയനിർണയ സൗകര്യത്തിനായിട്ട് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി മെറീഡിയൻ എന്നും പ്രൈം മെറീഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നും വിളിക്കുന്നു. ലോകത്തെവിടെയും യാത്രികർ സമയം കണക്കാക്കുന്നത് ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തെവിടെയും യാത്രികർ സമയം കണക്കാക്കുന്നത് ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കേട്ടോ. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടും. നമ്മൾ പറഞ്ഞാൽ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? 4 മിനിറ്റ്. അപ്പോൾ കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ഹെഡിങ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യയിൽ എങ്ങനെയാണ് മാനക സമയം കണക്കാക്കുന്നത് നോക്കാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും അതുപോലെ പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനമായ ഗുജറാത്തും തമ്മിൽ ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസമുള്ളതിനാൽ 2 മണിക്കൂറോളം പ്രാദേശിക സമയം വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് രാജ്യത്ത് ഒരു മാനക സമയം നിർണ്ണയിച്ചിട്ടുണ്ട്. 7 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയിൽ മാനക രേഖാംശമായിട്ട് തിരഞ്ഞെടുത്തു. ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നു.
അതായത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണല്ലേ അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്തുമാണ്. ഇവ തമ്മിൽ ഏകദേശം എത്രയാണ് 30 ഡിഗ്രി രേഖാംശ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂറോളം പ്രാദേശിക സമയം വ്യത്യാസം ഉണ്ടാവും. ഇതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായിട്ട് എന്താണ് രാജ്യത്തൊരു മാനക സമയം നിർണ്ണയിച്ചിട്ടുണ്ട്. 7 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യൻ മാനക രേഖാംശമായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഏതാണ് രേഖാംശം? ഇന്ത്യയുടെ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് കേട്ടോ. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യയിൽ മാനക രേഖാംശ രേഖയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നു. അടുത്തതാണ് സമയ മേഖലകൾ അല്ലെങ്കിൽ ടൈം സോൺസ്. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസത്തിൽ 24 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇവയാണ് സമയ മേഖലകൾ എന്ന് പറയുന്നത്. ഓരോ മേഖലയിലും എന്താണ് 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തിയുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസത്തിൽ 24 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവയാണ് സമയ മേഖലകൾ എന്ന് പറഞ്ഞാൽ ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തിയുണ്ട്. അപ്പോൾ ലോക സമയ മേഖലകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ 15 ഡിഗ്രി കറങ്ങണമെങ്കിൽ 1 മണിക്കൂർ ടൈം എടുക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ മണിക്കൂർ വീതമുള്ള 24 സമയ മേഖലകളാക്കിയാണ് തിരിച്ചിട്ടുള്ളത്. അതായത് 15 ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും, രേഖാംശ രേഖ വ്യാപ്തിയുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു ഗ്രീനിച്ച് എന്ന പ്രദേശത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി ആയിട്ടാണല്ലേ കണക്കാക്കുന്നത്. എന്താണിത്? 0 ഡിഗ്രി അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ ആയിട്ട് കണക്കാക്കുന്നത്. ഒരു ഗ്രീനിച്ച് സമയത്തിൽ നിന്നും കിഴക്കോട്ട് പോകുന്തോറും 4 മിനിറ്റ് കൂടി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ പടിഞ്ഞാറോട്ട് വരുമ്പോൾ എന്താണ് 4 മിനിറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റൂലേ. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറ് അറ്റത്തുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം 2 മണിക്കൂറാണ് വ്യത്യാസമുള്ളത്. ഈ ഒരു വ്യത്യാസം കുറവായതുകൊണ്ട് തന്നെ എന്താണ് രാജ്യത്തിന് പൊതുവായ ഒരു മാനക സമയം തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ റഷ്യ, കാനഡ, USA, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി സമയ മേഖലകളും മാനക സമയവും ഉണ്ടാകും. വലിയ രാജ്യങ്ങളിലൊക്കെ രേഖാംശ രേഖാവ്യാപ്തിയും കൂടുതലായിരിക്കും. അതായത് കാനഡ, റഷ്യ, USA, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഒരു രാജ്യങ്ങളിലൊക്കെ എന്താണ് നിരവധി സമയ മേഖലകളും അതുപോലെ മാനക സമയവും ഉണ്ടാകും. ഇനി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്കറിയാം 180 ഡിഗ്രി കിഴക്കും 180 ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖകൾ ഒറ്റ രേഖാംശ രേഖയാണ് അല്ലേ. അതായത് 180 ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശത്തുമായിട്ട് 24 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം അധികം ലഭിക്കുകയും ചെയ്യും. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ട് കണക്കാക്കുന്നു. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചുമാണ് സമയം കണക്കാക്കുന്നത്. ഇനി ഇവിടെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കാനായി ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഈ ഒരു രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും ഒക്കെ എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നെന്ന് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ ഈ ഒരു ചാപ്റ്ററിൽ. ഇതുമൂലം പ്രകൃതിയിൽ സംഭവിക്കുന്ന വൈവിധ്യമാർന്ന മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജവും പ്രോത്സാഹനവും നൽകും. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഋതുക്കളിലും സമയത്തിലും അനുഭവപ്പെടുന്ന വ്യത്യാസം ഈ സ്ഥലങ്ങളിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ടല്ലേ ഈ ഒരു ചാപ്റ്ററിൽ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.